വാഴുന്നവനായ ജീവിക്കുന്നവനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് തന്നെ സമർപ്പിച്ച ഈശോയെ, ഞങ്ങളോടൊപ്പം എന്നും വസിക്കുന്ന, എപ്പോഴും ഞങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത സ്നേഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ എന്ത് പ്രവൃത്തികൾ കൊണ്ട്, ഞങ്ങളുടെ എത്ര വലിയ ത്യാഗങ്ങൾ കൊണ്ട് ഞങ്ങളതിന് പകരം തരുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചാലും അതൊന്നും പകരമാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും കർത്താവെ, ബലഹീനരായ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തെ അറിയുവാനും അവിടുത്തെ കാരുണ്യത്തെ അനുഭവിക്കുവാനും ആ കാരുണ്യത്തിൽ നിലനിൽക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും കനിയണമേ. ഈ മധ്യാഹ്നത്തിൽ, ഈ 3 മണിയുടെ സമയത്തിൽ, ഈ വിശുദ്ധ മണിക്കൂറിൽ അങ്ങയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ഞങ്ങൾ ധ്യാനിക്കുന്നു. അങ്ങ് കടന്നുപോയ വേദനകളുടെ, പീഡകളുടെ, സഹനങ്ങളുടെ ഓരോ നിമിഷത്തെയും കർത്താവെ, ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റുവാൻ തക്കം കഴിവുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോ, ഈ നിമിഷം ഞങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, ഞങ്ങളുടെ ദുഃഖത്തിലാണെങ്കിലും, സങ്കടങ്ങളിലാണെങ്കിലും, സന്തോഷത്തിലാണെങ്കിലും, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ കുടുംബത്തിലെ ഏതവസ്ഥയിലാണെങ്കിലും കർത്താവെ, അതെല്ലാം വിശ്വാസത്തോടെ, എല്ലാം അറിയുന്ന അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ആ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെ പരിപൂർണമായ രീതിയിൽ മനസ്സിലാക്കുവാനും അനുഭവപ്പെട്ടുകൊണ്ട് മനസ്തപിക്കുവാനും ഞങ്ങളിവിടെ ആയിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏവരെയും കർത്താവെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്തതുപോലെ ഒരുമിച്ച് കൂടിയിരുന്ന ശിഷ്യന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും മധ്യേ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകി അവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ച് ആ സുവിശേഷത്തിൻ്റെ, വചനപ്രഘോഷണത്തിൻ്റെ ഒരു വലിയ വാതിൽ അങ്ങ് തുറന്നു കൊടുത്തുവല്ലോ. കർത്താവെ, ഭയന്നിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, നിരാശയിലായിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ മരിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ പോലും, പീഡകൾ അനുഭവിക്കുവാൻ വരെ തയ്യാറായിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരെയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ കടന്നു വരുന്നത്. ആ പരിശുദ്ധാത്മാവിനാൽ നിറയാം. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമുക്ക് നിറയുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണയെ അനുഭവിക്കുവാൻ, ഈശോയെ കൂടുതൽ അറിയുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം തുറന്നുകൊണ്ട്, നമ്മുടെ മനസ്സ് തുറന്നുകൊണ്ട്, നമ്മുടെ ജീവിതം തന്നെ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ജീവനില്ലാത്ത മേഖലകളെ, മരണപ്പെട്ടുപോയി ജീവനില്ലാത്ത അവസ്ഥയെ, മരണത്തിൻ്റെ അവസ്ഥയെ നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എപ്രകാരമാണ് സമരിയ സ്ത്രീയെ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നു. യേശുവും സമരിയക്കാരിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഭാഗമാണ് യോഹന്നാൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. എത്ര വലിയ കാരുണ്യമാണ് ഈശോ പാപിനിയായ, പാപത്തിൽ അകപ്പെട്ട ആ സ്ത്രീയോട് കാണിച്ചത്. യേശുവും സമാര്യക്കാരിയുമായ സ്ത്രീയും കണ്ടുമുട്ടുന്നത് തന്നെ അതിരുകളെല്ലാം കടത്തിവിട്ടുകൊണ്ടാണ്, അതിരുകളെല്ലാം മുറിച്ചുകൊണ്ടാണ്. അവിടെ യഹൂദരും സമാര്യക്കാരും തമ്മിലുള്ള ആ വലിയ ഭിന്നതകളെല്ലാം മറന്നുകൊണ്ടാണ് യേശു സമാര്യക്കാരിയുമായി സംഭാഷണം നടത്തുന്നത്. സമാര്യക്കാരിയുടെ, ആ പാപിനിയായ സ്ത്രീയുടെ രഹസ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ ചുരുളഴിച്ചുകൊണ്ട് കർത്താവായ ഈശോ ആ സമരിയക്കാരിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രകാശം തന്നെ പകർന്ന് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. യേശു പറയുന്നതുകൊണ്ട് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, അതിലുള്ളത് ഇപ്പോൾ നിന്റെ ഭർത്താവല്ല എന്ന്.
അന്ന് മുതൽ സമാരിയാക്കാരി വലിയൊരു തീരുമാനമെടുക്കുകയാണ്. ഒരു വലിയ പ്രവാചകൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന യേശു ക്രിസ്തുവാണ് എന്ന് വിളിച്ചു പറയുന്ന സമാരിയക്കാരിയാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ വചനം വായിച്ച് യോഹന്നാൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ കർത്താവും സമാരിയക്കാരിയും ആയുള്ള ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഈശോ ഒരിക്കലും സമാരിയക്കാരിയെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്യുന്നില്ല. അവളെ പരിഹസിക്കുകയോ അവളെ നാണം കെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ അവളെ വിധിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നില്ല. മറിച്ചോ സമാരിയക്കാരിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. സമാരിയക്കാരി ഒരു വിശുദ്ധയായി മാറ്റുന്ന ഈശോയാണ് നമ്മളിത് കാണുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ആ സമാരിയക്കാരിയെ പോലെ കർത്താവിനെ പ്രഘോഷിക്കുകയും തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് പഴയ ജീവിതം എന്ത് തന്നെയാണെങ്കിലും കർത്താവായ ദൈവം അതെല്ലാം മറക്കുവാൻ തയ്യാറാണ്. നമ്മുടെ പഴയ ജീവിതം എത്ര പാപങ്ങൾ നിറഞ്ഞതാണെങ്കിലും, എത്ര കടും ചമപ്പാണെങ്കിലും നമ്മുടെ പാപങ്ങൾ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റുവാനായിട്ട് കർത്താവ് എപ്പോഴും ഒരുങ്ങി നിൽക്കുകയാണ്. ആ സ്ത്രീയെ പോലെ നമുക്കും കർത്താവിൻ്റെ ആ സ്നേഹം, ആ ക്ഷമയും പാപമോചനവും സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഒരുക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു കൊടുക്കാം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വചനം കേൾക്കുവാനായിട്ടുള്ള തടസ്സങ്ങളുണ്ടാവാം. ഈശോയുടെ കാരുണ്യത്തെപ്പറ്റി അറിയുവാനായിട്ടും ഈശോ മിശിഹായുടെ സ്നേഹത്തെ അറിയുവാനായിട്ടും കഴിയാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ആ നിമിഷത്തെല്ലാം തുറക്കുവാൻ പോകുന്ന നിമിഷങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും സ്തുതിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹന്മാർ എല്ലാ ഭയവും മാറ്റിക്കൊണ്ട് ധൈര്യത്തോടെ തെരുവീതികളിൽ ഇറങ്ങിക്കൊണ്ട് വചനം പ്രഘോഷിക്കുന്ന സ്നേഹന്മാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ടുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം സ്തുതികളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പുത്തൻ ഉണർവ്, പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ അനുഗ്രഹത്തിനായിട്ട് നമ്മളെ ഒരുക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. താൻ സ്വരത്തിൽ നവസിച്ചുകൊണ്ട് യേശുവെ സ്തുതിക്കുന്നു. കർത്താവെ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഈ നിമിഷം കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു. യേശുവെ അങ്ങ് സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോലെ സ്ലീഹന്മാരിൽ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ അരൂപികൾ ഞങ്ങളിൽ ഓരോരുത്തരും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവെ ഉണർത്തി ഞങ്ങൾക്കൊരു പുത്തൻ പെന്തക്കുസ്ത അനുഭവത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓ ദിവികാരൻ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവെ അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഞങ്ങൾ അറിയുന്ന ഈശോയെ നന്ദി. അവിടുത്തെ കൃപയാ ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ. അങ്ങ് സ്നേഹന്മാർക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ ശ്വാസോച്ഛ്വാസത്താൽ അങ്ങ് പുറപ്പെടുവിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്ന യേശുവേ സ്തുതി. നിറയ്ക്കണം, അഭിഷേകത്താൽ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ദിവ്യകാരുണ്യ നാഥൻ്റെ മുൻപിൽ സമർപ്പിക്കാം. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളെ വിശ്വാസത്തോടെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മൾ ഏത് ഇരുട്ട് നിറഞ്ഞ വഴികളിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും നമുക്കൊരു അനർത്ഥം ഉണ്ടാവില്ല. ആ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ ഉണർവോടെ നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് പോകുവാനായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതികളോടുകൂടെ നമ്മുടെ എല്ലാ അവസ്ഥകളും കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട്
ഒരു വലിയ അഭിഷേകത്തിൻ്റെ ജീവിതം നയിക്കുവാൻ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, കരുണയുടെ, സാഹോദര്യത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുവാൻ വേണ്ടി നമുക്ക് സ്തുതികളോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, സ്തുതിക്കുന്നു. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും